ഹായ് വെൽക്കം ടു ശ്രീ ഗ്രേസ് ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മുടെ ചേച്ചിയുടെ വീട്ടിലേക്കുള്ളൊരു യാത്രയാണ്. അതായത് പൂത്തോട്ട തുരുത്തേലാണ് ചേച്ചിയുടെ വീട് വരുന്നത്. അപ്പോൾ വഞ്ചിക്ക് വേണം അങ്ങോട്ടൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഇങ്ങനെ കയറി വഞ്ചിയിലുള്ള യാത്ര തുടങ്ങിയപ്പോഴാണ് അയ്യോ എന്നാൽ ഇത് വീഡിയോ എടുത്താലോ എന്നുള്ളൊരു തോന്നൽ വന്നത്. പെട്ടെന്ന് ഫോണെടുത്ത് വീഡിയോ എടുത്തതാണ്. ബാക്കിലിരിക്കുന്നതാണ് അനീഷേട്ടൻ, ചേച്ചിയുടെ ഹസ്ബൻഡാണ്. അപ്പോൾ അച്ഛൻ, അമ്മ, ലച്ചു, ഹാൻ, അമ്മ, ചേച്ചിയമ്മ എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് അടിച്ച് പൊളിക്കാനായിട്ട് പൂത്തോട്ടയിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ അതേ കണ്ടാലറിയാം, നല്ല ഓളമുണ്ട്, നല്ല കാറ്റായിരുന്നു, നല്ല രസമാണ് കേട്ടോ ഈ കായലിൻ്റെ സൈഡിലൊക്കെ നിൽക്കാനായിട്ട്. അങ്ങനെ ഉച്ചക്ക് ഞങ്ങൾക്ക് അവിടെ ബിരിയാണി ആയിരുന്നു. അപ്പോൾ ആ ബ്ലാക്ക് ഇട്ടതാട്ടോ ചേച്ചി. അത് അനീഷേട്ടൻ്റെ അമ്മയാണ്, അനീഷേട്ടൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഭയങ്കര സന്തോഷമാട്ടോ എല്ലാവരും ഇങ്ങനെ ചെല്ലുമ്പോഴേക്ക് അവിടുത്തെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ. അപ്പോൾ ഹാൻ പതിവ് പോലെ അലമ്പായതുകൊണ്ട് പിന്നെ ഞാൻ കായലിൻ്റെ അരികത്തൊക്കെ പിടിച്ചിരുത്തി ഫുഡ് കഴിപ്പിക്കാനുള്ളൊരു ശ്രമമൊക്കെ ആയിരുന്നു. അങ്ങനെ അത് നടന്നു. അപ്പോൾ നമ്മുടെ അമ്മമാർക്കും ചേച്ചിയമ്മക്കൊക്കെ ആയിട്ട് രേഷ്മ ചേച്ചി നല്ല പണി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് രാത്രിയിലത്തെ ഡിന്നറിന് കരിമീൻ, ഇവർക്ക് വലകെട്ടൊക്കെ ഉണ്ട്, അപ്പോൾ കരിമീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാമെന്നും പറഞ്ഞ് കരിമീനൊക്കെ വെട്ടാനുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കൂരി, എലച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കരിമീൻ ഇവിടെ എടുത്തിട്ട് എലച്ചിലും കൂരിയൊക്കെ നിങ്ങൾ കൊണ്ടുപോയിക്കുമെന്നും പറഞ്ഞ് അപ്പോൾ എല്ലാം അത് വെട്ടായിരുന്നു. അപ്പോൾ ഇത്രയും നേരം സൂപ്പർവൈസ് ചെയ്തതല്ലേ, എന്തെങ്കിലും പണിയെടുക്കുമെന്നും പറഞ്ഞ് എനിക്കും ഒരു കുഞ്ഞിപ്പണി തന്നു. അപ്പോൾ നമ്മുടെ കരിമീനൊക്കെ വെട്ടിക്കൊണ്ട് ചേച്ചിയമ്മ അടുക്കളയിലേക്ക് പ്രവേശിച്ചിട്ടോ. മീൻകറി വെക്കാനുള്ള ഇതാണ്. പിന്നെ ഞണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ അനീഷേട്ടൻ്റെ പണി കിട്ടി. ഹാൻ നിലത്ത് നിർത്താണ്ടായിരുന്നില്ല, കായലിൽ ഇറങ്ങണമെന്നും പറഞ്ഞ്. അപ്പോൾ അവനെ ഒന്ന് സന്തോഷിപ്പിക്കാമല്ലോ എന്നും പറഞ്ഞ് അനീഷേട്ടൻ പിന്നെ ജാക്കറ്റൊക്കെ ഇട്ട് അവനെയും കൊണ്ടൊന്ന് കായലിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ ആദ്യം ഭയങ്കര പേടിയായിരുന്നേ. എന്നിട്ട് പിന്നെ അനീഷേട്ടൻ്റെ മേത്തും ടീഷർട്ടിലും ഒക്കെ മുറുകെ പിടിക്കണമായിരുന്നു. കാണിക്കുന്ന ഇതൊക്കെ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആൾ നിന്ന് വിറക്കുമായിരുന്നു തണുത്തിട്ട്. എന്നിട്ട് പോലും അപ്പോൾ മുകളിലേക്ക് കയറണ്ട അത്ര ഇഷ്ടമായി അവന്. അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. അപ്പം ഞങ്ങളൊക്കെ കായലിൽ ഇറങ്ങാൻ കണക്കാക്കിയാട്ടോ വന്നേക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതിനു മുമ്പ് അങ്ങനെ കായലിലൊന്നും ഇറങ്ങി കുളിക്കലോ അങ്ങനെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ശോഭാമ്മയൊക്കെ കുറേ നാളായിട്ട് പറയണതാണ് രേഷ്മയുടെ വീട്ടിൽ പോവാം. അമ്മയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല വീട്. അപ്പോൾ അമ്മക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കിടന്ന് വാചകം അടിച്ച് തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശ്രീരാജൻ്റെ ഭാഷയിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങി. ലച്ചുവിന് നല്ല പേടിയായിരുന്നു. പിന്നെ ലച്ചുവിനെ ഞാൻ കയ്യിൽ തന്നെ പിടിച്ചേക്കായിരുന്നു. ഇപ്പോൾ അത്രയും തന്നെയാണ് ഇറക്കമുള്ളത്, നമുക്ക് കാല് ചവിട്ടി നിൽക്കാം, പിള്ളേർക്ക് പറ്റില്ല. പിന്നെ നല്ല ഓളം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു. അങ്ങനെ സിദ്ധുവിന് നീന്താനൊക്കെ അറിയാം, രേഷ്മ ചേച്ചിയുടെ മോന്. അവൻ നീന്തി. പിന്നെ കക്കയൊക്കെ പെറുക്കാണ്ടായിരുന്നു. അപ്പോൾ എനിക്കും കക്ക പെറുക്കാനൊക്കെ ഇൻട്രസ്റ്റ് ആയി, പക്ഷെ അറിയാൻ പാടില്ല. എന്നാലും പിന്നെ ആ ഒരു ഇതിൽ എനിക്കും പെറുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാനും നിന്ന്. അപ്പോൾ മുങ്ങുമ്പോൾ പേടിയാവും കേട്ടോ. പിന്നെ എല്ലാവരും ഇറങ്ങി, അമ്മയും ചേച്ചിയമ്മയും എല്ലാവരും ഇറങ്ങി. അപ്പോൾ പിന്നെ അമ്മ കൊച്ചിനെ പിടിച്ചു. പിന്നെ അവനൊക്കെ സേഫാണ് അവിടെ. ലച്ചുവിനെ നിൽക്കാൻ പറ്റുന്ന സ്ഥലത്ത് നിർത്തി. അതിൻ്റെ ഇടയിൽ ഞാൻ കുനിഞ്ഞ് ഒരു കക്ക കിട്ടിയതിൻ്റെ സന്തോഷം കേട്ടോ. ഞാൻ ശരിക്കും 10 കക്ക പിടിച്ചു. ഇത് ആദ്യമായിട്ടുള്ള അനുഭവമാണ് ഇതൊക്കെ. അപ്പം ഞാൻ അവിടെ തല്ലി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അത്രയും കക്ക വാരി അതെനിക്ക് തന്നെ കക്ക അല്ലെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കക്ക, ഞണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അല്ലെങ്കിലും വിടൂല അങ്ങനെ. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോൾ അമ്മയൊക്കെ പതക്കുന്നു കേട്ടോ, നീന്തുന്നു. എനിക്കറിയില്ല നീന്താനൊക്കെ. അപ്പോഴാണ് പറയുന്ന പണ്ട് ഇവർ അമ്മ ചേച്ചിയമ്മയൊക്കെ പതക്കുകയാണ്, ഞാനും ഒന്ന് നോക്കട്ടെ മറന്നോന്നും പറഞ്ഞിട്ടാണ് ചേച്ചിയമ്മ. അപ്പോൾ ഇവരൊക്കെ നേരത്തെ കുളത്തിലൊക്കെ കുളിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെയുള്ള നീന്തലിൻ്റെ എക്സ്പീരിയൻസൊക്കെയാണ്. പിന്നെ ഇത് പ്രയോഗിക്കാനുള്ള അവസരം കിട്ടാഞ്ഞുകൊണ്ട് അവരതൊക്കെ മുതലെടുത്തു. അങ്ങനെ അടിപൊളിയായിട്ട് എല്ലാം കഴിഞ്ഞു. പിന്നെ എല്ലാവരും കൂടി ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡ്രസ്സൊക്കെ മാറി കുളിച്ച് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ കക്ക കാണണ്ടേ, എല്ലാവരും കൂടി പെറുക്കിയ കക്ക. ഇത്രയും കക്ക കിട്ടിയിട്ടോ. അപ്പോൾ കക്ക ഞങ്ങളോട് കൊണ്ടുപോയിക്കോളാൻ പറയാണ്. അങ്ങനെ കക്കയൊക്കെ ആയിട്ട് ഞങ്ങൾ പോന്നു. ഇത് സന്ധ്യ ആയപ്പോഴുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഞങ്ങൾ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ആ ടൈമിൽ നല്ല മഴയായിരുന്നു. രാത്രി ആയപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും അടിച്ചു പൊളിച്ച് പോന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.